ജയറാം തീർച്ചയായിട്ടും ശബരിമല ഭക്തനാണ്, അറിയാതെ തെറ്റിപ്പോയി. ഇങ്ങനെ വന്നപ്പോൾ അവസരം കിട്ടിയപ്പം ജയറാം അത് ഉപയോഗിച്ചു. പക്ഷേ അതിലെന്തെങ്കിലും സാധനങ്ങൾ അവിടെ മിച്ചമുണ്ടെങ്കിൽ അത് പ്രശ്നമാകും. അതൊരു മോഷണമാണോ? എന്തായാലും ശരി, ശബരിമലയിൽ ഇരിക്കേണ്ട സാധനം ജയറാമിൻ്റെ വീട്ടിൽ വന്നെന്നുള്ള പ്രസക്തമായ ചോദ്യം അവിടെ ഉണ്ട്. അല്ലാതെ വരുന്നവരുടെ നിന്ന് മുഴുവൻ ഇതുപോലെ കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കച്ചവടം ഒരു സ്വർണ്ണക്കടക്കാരൻ ചെയ്യാൻ പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ റിസീവിങ് സ്റ്റോളൻ പ്രോപ്പർട്ടിയുടെ പരിധി വരും. മോഷണ സാധനം വാങ്ങിച്ചതിനകത്ത് പ്രതിയാകും. പോറ്റി ഒരു പറ്റീലുകാരനാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ജയറാമിനെ പറ്റിച്ചതായിരിക്കാം. ശബരിമലയിൽ നിന്ന് അറ്റകുറ്റപ്പണിക്കായി പുറത്തു കൊണ്ടുപോയെന്ന് കരുതുന്ന സ്വർണ്ണപ്പാളിയും ദ്വാരപാലക ശില്പവും ഉണ്ണികൃഷ്ണൻ പോറ്റി നടൻ ജയറാമിന്റെ വീടുകളിലടക്കം പ്രദർശിപ്പിക്കുകയും പൂജയ്ക്ക് വെക്കുകയും ചെയ്ത സംഭവത്തിൽ നടൻ ജയറാമിനെ സാക്ഷിയാക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ജയറാമിനെ ചോദ്യം ചെയ്യാൻ പോകുകയാണ്. ഈ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ ഒപ്പമുണ്ട്. ജോർജ് ജോസഫ് സാർ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിനെ SIT ചോദ്യം ചെയ്യുമെന്ന വീഡിയോ സാർ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ നിരവധി സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതിൽ പ്രധാനം, ജയറാമിനെ ചോദ്യം ചെയ്താലും അത് എങ്ങനെയാണ് ആ താരത്തിന് കുരുക്കായി മാറുക? ജയറാമിൻ്റെ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നു. അവിടെ ദ്വാരപാലക ശില്പത്തിലെ അതിൻ്റെ പൊതിഞ്ഞ ആ സ്വർണത്തിലെ പൊതിഞ്ഞ അല്ലെങ്കിൽ ചെമ്പ് തേടി പറഞ്ഞ സ്വർണത്തിൻ്റെ തകിട്, അത് ഒറിജിനൽ സാധനം അവിടെ കൊണ്ടുപോയി. അവിടെ ഒരു പൂജ നടന്നു. ആ പൂജ നടക്കുമ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡിലെ ചിലരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. തമിഴ് നടന്മാർ ഒരാളുണ്ട്. അങ്ങനെ തമിഴ് സിനിമാ ലോകത്ത് ബന്ധപ്പെട്ട 2 പേരും, ഇവരൊക്കെ അവരെല്ലാം ശബരിമല ഭക്തരാണ്. അവിടെ വലിയൊരു പൂജ നടന്നു. ആ പൂജയിൽ ജയറാമും മറ്റു നടന്മാരും ഇവരെല്ലാവരും പങ്കെടുത്തു. ആ പൂജയ്ക്ക് ശബരിമലയിലെ ആ ദാരുപാല ശില്പത്തിൻ്റെ ആ കവറിങ്, അതാണ് അവിടെ വെച്ച് പൂജിച്ചത്. അവിടെ പൂജിച്ച സാധനം തിരിച്ച് ശബരിമലയിൽ വന്നോ, ആ സാധനം ഇപ്പോൾ അവിടെ ഉണ്ടോ, ഈ കാര്യങ്ങളാണ് ഇപ്പം SIT ജയറാമിൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. ജയറാം പണം കൊടുത്തിട്ട് അതവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് വരുന്നത്. ആ സാധനം എങ്ങനെ കൊണ്ടുപോയി, അല്ല ജയറാമിൻ്റെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടോ, അതോ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് കൊണ്ടുപോയോ, എത്ര രൂപ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടത്തിയ പൂജയ്ക്ക് ചിലവായി, ആരൊക്കെയായിരുന്നു പൂജാരികൾ, ആരൊക്കെ പങ്കെടുത്തു അതിനകത്ത്, ഈ ഒറിജിനൽ ദാരുശില്പം പൊതിഞ്ഞ സാധനം അത് തന്നെയാണോ അവിടെ വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ 100 ചോദ്യങ്ങൾ. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ തന്നെ. ഇവിടുന്ന് അത് കൊണ്ടുപോയിട്ട് 39 ദിവസം മാത്രമേ മടങ്ങി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ദേവസ്വം ബോർഡിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു വലിയ ഒരു ചോദ്യം അതിൻ്റെ അകത്ത് ഉദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സത്യസന്ധമായിട്ട് ജയറാം മറുപടി പറയും. ജയറാം തീർച്ചയായിട്ടും ശബരിമല ഭക്തനാണ്, അറിയാതെ തെറ്റിപ്പോയി. ഇങ്ങനെ വന്നപ്പോൾ അവസരം കിട്ടിയപ്പം ജയറാം അത് ഉപയോഗിച്ചു. പക്ഷേ അതിലെന്തെങ്കിലും സാധനങ്ങൾ അവിടെ മിച്ചമുണ്ടെങ്കിൽ അത് പ്രശ്നമാകും. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വാങ്ങിച്ചെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുത്തു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിലുണ്ടാവും. ജയറാമിന് കള്ളം പറയാൻ ഒക്കില്ല, തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അതിന് പൂജയ്ക്കും അയാൾക്കും എത്ര രൂപ, കോടിക്കണക്കിന് രൂപ ആയി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിലേക്ക് ചോദ്യം ചെയ്യും, പ്രാഥമികമായിട്ട് ചോദ്യം ചെയ്യും. പിന്നീട് അയാളുടെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് ആ ചോദ്യം ചെയ്യലിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൺഫ്രണ്ട് ചെയ്തതിൽ നിന്നും മനസ്സിലാക്കി കഴിയുമ്പോൾ നടപടി ഉണ്ടാവും, ഉറപ്പാണ്. ശരിക്കും ജയറാമിന് അതൊരു മോഷണ മുതലാണോ എന്ന് പോലും അറിയില്ലായിരിക്കും. അപ്പോൾ മോഷണ മുതൽ വീട്ടിൽ പൂജ വെച്ചു എന്നത് ഒരു കുറ്റമാകുന്നത് എങ്ങനെയാണ്? അല്ല, ശബരിമലയിലെ സാമാന്യബോധമുള്ളവർക്ക് ശബരിമലയിലെ ദാരുശില്പത്തിൽ അവിടുത്തെ ദേവനെ പൊതിഞ്ഞിരിക്കുന്ന ആ സ്വർണ്ണ തകിട് അതെങ്ങനെ വെളിയിൽ വരും ചിന്തിക്കണ്ടേ? നോർമലായിട്ടുള്ളവർ, ജയറാമിനെ പോലുള്ളവർ ചിന്തിക്കണ്ടേ? ആ സാധനം ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവരാനൊക്കെ അവിടെ ഏതെങ്കിലും അവിടെ ഇരുന്ന സാധനം അത് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് വീണ്ടും അവിടുന്ന് തമിഴ്നാട്ടിലെ ഇത് മാറ്റുന്ന സ്ഥലത്ത്, സ്വർണം പൂശുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്നൊക്കെയാണ് കഥകൾ വരുന്നത്. സാമാന്യബോധമുള്ളവർക്ക് ശബരിമലയിലെ ദേവൻ്റെ അവിടെ
ദാരുവാല ശില്പത്തിലും കട്ടളയിലോ അല്ലെങ്കിൽ അവിടുത്തെ വാതിലിലോ ചെമ്പ് തകിടിൽ അല്ലെങ്കിൽ കോപ്പറിൽ പൊതിഞ്ഞ ആ കവറിങ്ങിൻ്റെ പുറത്ത് അവിടെ സ്വർണം പൂശി അല്ലെ സ്വർണത്തിൻ്റെ തകിട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം സാമാന്യമുള്ളവർക്കൊക്കെ അറിയാം. പ്രത്യേകിച്ച് അവിടെ സ്ഥിരം സന്ദർശനം നടത്തുന്ന ജയറാമിനെ പോലെ അറിയാം. അതൊരു മോഷണമാണോ? എന്തായാലും ശരി, ശബരിമലയിരിക്കേണ്ട സാധനം ജയറാമിൻ്റെ വീട്ടിൽ വന്നെന്നുള്ള പ്രസക്തമായ ചോദ്യം അവിടെ ഉണ്ട്. അദ്ദേഹം ഭക്തനായതുകൊണ്ട് അതൊക്കെ പൂജിച്ചു. പ്രത്യേകിച്ച് ശബരിമലയിൽ എല്ലാവരും അറിയപ്പെടുന്ന ഉണ്ണികൃഷ്ണസ്വാമി കള്ളനാണെന്നും പോലും ജയറാമൻ അറിയില്ല. എങ്കിലും അതിലെ ഏതെങ്കിലും സാധനങ്ങൾ ഒരു പൊട്ടുപൊടിയെങ്കിലും ജയറാമിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അത് ജയറാമൻ്റെ കുരുക്ക് തന്നെ. സാറേ, ഇതൊരു ഉദാഹരണ സഹിതം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, ഒരു കള്ളൻ മോഷ്ടിച്ച സ്വർണം ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിറ്റു. അത് മോഷണ മുതൽ ആണെന്നറിയാതെയാണല്ലോ ജ്വല്ലറിക്കാരൻ വാങ്ങി വെക്കുന്നതും പൈസ കൊടുക്കുന്നതും. കള്ളനെ ഒരുപക്ഷെ പോലീസ് പിടിച്ച ശേഷം ഇതേ സ്വർണം ആ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെടുത്താൽ ജ്വല്ലറി ഉടമയും പ്രതിയാകുമോ? ജയറാമിന്റെ കാര്യത്തിലും ഇത് തന്നെയല്ലേ സംഭവിച്ചത്? അങ്ങനെ പറയാൻ ഒക്കില്ല. ജ്വല്ലറിക്കാർ പ്രതിയാവും. റിസീവിങ് സ്റ്റോളൻ പ്രോപ്പർട്ടി, മോഷണ സാധനം വാങ്ങിച്ചാൽ അത് സ്വർണ്ണമാണെങ്കിലും മാലയായാലും ശരി, ഒരു കച്ചവട സ്ഥാപനത്തിൽ വരുന്നവരും പോയതെന്നെല്ലാം വാങ്ങിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ ക്രെഡിബിലിറ്റി നോക്കും. കച്ചവട സാധനം സ്വർണം വാങ്ങും, വലിയ വിലയുള്ള സാധനങ്ങളാണ്. സ്വർണം സർവ്വസാധാരണ ആയിട്ട് ഇത്രയും അല്ലെങ്കിൽ കൂടുതൽ സ്വർണം ഒരാളുടെ വീട്ടിലുണ്ടാവില്ല. അല്ലെങ്കിൽ ആരെങ്കിലും വിൽക്കാൻ കൊണ്ടുവന്നത് അത് എവിടുന്ന് സ്വന്തമായിട്ട് എവിടുന്ന് വാങ്ങിച്ചു, അത് ചിലർ പറയും ഞങ്ങൾ ഭീമായിൽ നിന്ന് പണ്ട് വാങ്ങിച്ചതാണ്, ഇത്രാം തീയതി വാങ്ങിച്ചതാണ്, മകളുടെ കല്യാണത്തിന് വാങ്ങിച്ചതാണ്, അങ്ങനെയൊക്കെ സാറിന് അവർ ചോദിക്കും. അല്ലാതെ വരുന്നവരുടെ നിന്ന് മുഴുവൻ ഇതുപോലെ കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കച്ചവടം ഒരു സ്വർണ്ണക്കടക്കാരൻ ചെയ്യാൻ പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ റിസീവിങ് സ്റ്റോളൻ പ്രോപ്പർട്ടിയുടെ പരിധി വരും. മോഷണ സാധനം വാങ്ങിച്ചതിനകത്ത് പ്രതിയാകും. ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഒരു സാധനം മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ട് ശകലം തരിയെങ്കിലും ജയറാമിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയറാം പ്രതിയാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ജയറാം നല്ലൊരു വിശ്വാസിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ നിന്നുള്ള പരിചയമാണ് എന്ന് ജയറാം പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഒരാളെ ജയറാം അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിനെ ബോധപൂർവം പറ്റിച്ചതാവാനും സാധ്യതയില്ലേ? അതിനുള്ള സാധ്യത. പോറ്റി ഒരു പറ്റീരുകാരനാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ജയറാമിനെ പറ്റിച്ചതായിരിക്കാം. ജയറാം ശബരിമലയിലെ ഒരു സ്ഥിരം വിസിറ്ററാണ്, അല്ലെങ്കിൽ എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകുന്ന ആളാണ്, ശബരിമല ഭക്തനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ഒരു ചെറിയ തരി മണി എങ്കിലും തൻ്റെ വീടിൻ്റെ അവിടുത്തെ ഒരാൾ കൊണ്ടുവന്ന് കാണിച്ചാൽ ഭക്തിപൂർവ്വം ജയറാമ കൈകൂപ്പി നിൽക്കും. അതൊക്കെ ശരിയാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുത്തെ ഒരു പൂജാരിയാണ്, അല്ലെങ്കിൽ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട ഒരു പോറ്റിയാണ് അന്ന് ആണ് വിശ്വസിച്ചിരുന്നെങ്കിൽ അങ്ങേര് ഇന്നസെൻ്റ് ആണ് ആ പ്രവൃത്തിയിലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാൻ സാധ്യത കുറവാണ്. സാക്ഷിയാക്കാനാണ് സാധ്യത. പക്ഷേ അതിലപ്പുറം ഏതെങ്കിലും ശബരിമലയിൽ എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ടുണ്ടോ, അങ്ങനെ വാങ്ങാൻ പറ്റുമോ? അതൊക്കെ സാമാന്യ ബുദ്ധിയുള്ളവരാരും വാങ്ങില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിയാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ സ്വർണ്ണപ്പാളിയും ദ്വാരപാലക ശില്പവും ശബരിമലയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ കഴിയില്ല എന്നത് പലർക്കും അറിയില്ല. അപ്പോൾ ദേവസ്വം ബോർഡല്ലേ, അല്ലെങ്കിൽ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തു വിട്ടവരല്ലേ കുറ്റക്കാർ? അത് ശരിയാണ്. കാരണം അത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ലല്ലോ. ശബരിമല മാനുവൽ അനുസരിച്ച്, ദേവസ്വം ബോർഡ് മാനുവൽ അനുസരിച്ച് അത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. പക്ഷെ അവർ കൊണ്ടുപോയി. അത് സാധാരണക്കാരന് കഴിയാൻ സാധ്യത കുറവാണ്. കാരണം ശബരിമലയിൽ സ്വർണം പൂശിയ ദാരുശില്പങ്ങളും അവിടുത്തെ വാതിലും കട്ടിലപ്പടി സ്വർണം പൂശിയതൊക്കെ ഇവർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് പൂശാനായിട്ട് വെറുതെ വെളിയിൽ കൊണ്ടുപോകാൻ സാധ്യത ആണ്. അന്നേരം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ട്രൂത്ത് ആണെങ്കിൽ, അത് സത്യമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജയറാം പ്രതിയാകില്ല. ജയറാമിനെ സാക്ഷിയാക്കുമെന്നാണ് SIT കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന വിവരം. ജയറാമിനെ സാക്ഷിയാക്കിയാൽ ഈ കേസിന് എത്രത്തോളം ബലമുണ്ടാകും? അത് നല്ല ബലമാണ്. ജയറാം സാക്ഷിയായി കഴിഞ്ഞാൽ ശബരിമലയിലെ ആ ദാരുശില്പത്തിൻ്റെ പാളികൾ അല്ലെങ്കിൽ മറ്റ് കട്ടളയുടെയാണോ അല്ലെങ്കിൽ അവിടുത്തെ വാതിലിൻ്റെ ആണോ, അത് അവിടെ കൊണ്ടുവന്ന് പൂജ നടത്തി എന്നുള്ള നല്ല എവിഡൻസാണ്. ശബരിമലയിൽ നിന്ന് സാധനം കൊണ്ടുവന്നെന്നും ഇതിങ്ങനെ പല സ്ഥലത്തും പൂജയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നെന്നും അവരുടെ നിന്ന് പൈസ അടിക്കുന്നെന്നുള്ള എവിഡൻസ് കൃത്യമായിട്ട് വരും. ജയറാം മിക്കവാറും പണം വല്ലതും തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ടാവും. അത് ഉദ്ദേശിച്ചാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റും അവിടെ കൊണ്ട് പൂജ നടത്തിയത്. അപ്പോൾ നല്ലൊരു സംഖ്യ കൊടുത്തിട്ടുണ്ട്. ആ വിവരം പറഞ്ഞാൽ മതി. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്തവർക്കറിയാം ഇന്നസെൻ്റ് ആണോ ഇല്ലയോ എന്ന്.
ഓക്കെ സാർ, എന്തായാലും നന്ദി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ വൈകുന്നത് എന്തുകൊണ്ടാണ്, ഇനി പത്മകുമാറിന്റെ മൊഴിക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട്, വൻമരങ്ങൾ വീഴുമോ എന്ന കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.